അതെ, മഴക്കാലമായി കഴിഞ്ഞാൽ മരത്തിൻ്റെ വാതിലുകളും ജനലുകളൊക്കെ ചേർത്തടയാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്കറിയാം മരപ്പണിക്കാരെയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും വരയില്ല. വന്നു കഴിഞ്ഞാൽ തന്നെ നല്ല പൈസയും കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അടയാത്ത വാതിലുകൾ, ജനലുകൾ എല്ലാം നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റും. പിന്നെ ഇതേപോലെയുള്ള തുരുമ്പ് പിടിച്ച താഴ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് ശരിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ 3 വ്യത്യസ്ത വഴികളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ 3 വഴികളും കണ്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണോ ചെയ്യാൻ എളുപ്പമായിട്ടുള്ളത് അത് ചെയ്തോളൂ. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ടിപ്പ് നമുക്ക് ആദ്യം തന്നെ ഫ്രണ്ട് ഡോറിൽ ചെയ്ത് നോക്കാം. അപ്പോൾ ഫ്രണ്ട് ഡോറിനാണ് കൂടുതലായിട്ട് ഇതേപോലെ അടയാത്ത പ്രശ്നം, കുറ്റി വീഴാത്ത പ്രശ്നമൊക്കെ വരുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മളൊരു മരപ്പണിക്കാരെ വിളിച്ച് ചിന്തേറ് തള്ളിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേനൽക്കാലം ആകുമ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നം ഇല്ലാതിരിക്കാനായിട്ട് ഈ ഒരു സൂത്രം ചെയ്താൽ മതി. മഴക്കാലത്ത് നന്നായിട്ട് വാതിൽ അടയുകയും ചെയ്യും, വേനൽക്കാലത്ത് വിടവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു മെഴുകുതിരിയാണ്. അപ്പോൾ ഈ മെഴുകുതിരി നമുക്ക് ഈ ലോക്കിൻ്റെ ഭാഗത്തും അതേപോലെ തന്നെ വാതിലിൻ്റെ ഈ ഒരു എഡ്ജിൽ മൊത്തമായിട്ട് അങ്ങ് തേച്ച് കൊടുക്കണം. മുകളിൽ നിന്ന് താഴെ വരെ തേച്ച് കൊടുക്കാം. ഈ ലോക്ക് വീഴുന്ന ഭാഗത്ത് കറക്റ്റായിട്ട് ലോക്ക് വീഴുന്നില്ല എങ്കിൽ ഇവിടെയൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാ ഭാഗത്തുമായിട്ട് ഇതേപോലെ അങ്ങ് ഉരച്ചു കൊടുക്കാം. വാതിലിൻ്റെ എല്ലാ ഭാഗത്തും മെഴുകുതിരി നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അടച്ചു നോക്കാം. അപ്പോൾ വാതിൽ ടൈറ്റായിട്ട് ചേർത്തടയാത്ത വാതിലും ലോക്ക് വീഴാത്ത വാതിലൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് മെഴുക് തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് തന്നെ ഈസി ആയിട്ട് ഒട്ടും ബലം പിടിക്കാതെ തന്നെ വാതിൽ അടക്കാനും തുറക്കാനും ഒക്കെ പറ്റും. അപ്പോൾ ഈ വാതിൽ നമ്മൾ മെഴുക് ഉപയോഗിച്ച് ശരിയാക്കി കഴിഞ്ഞു. അപ്പോൾ നന്നായിട്ട് ചേർത്തടയുന്നുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ടിപ്പ് ചെയ്യാനായിട്ട് വാസ്ലിൻ എടുക്കാം. അപ്പോൾ ഞാൻ ഇനി ബാത്റൂമിൻ്റെ വാതിലിലാണ് വാസ്ലിൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതേപോലെയുള്ള ഒരു ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാ ഭാഗത്തും ഈവനായിട്ട് ആയിക്കോളും. അതുമാത്രമല്ല നന്നായിട്ട് മുകളിലേക്കൊക്കെ അപ്ലൈ ചെയ്യാനായിട്ടും ഇതേപോലെ ബ്രഷ് ഉപയോഗിച്ച് ചെയ്താൽ മതി. അപ്പോൾ നോക്കിക്കേ, വാതിലിൻ്റെ എഡ്ജിൽ മുകളിൽ നിന്ന് താഴേക്കും ആ ലോക്കിൻ്റെ ഭാഗത്തുമൊക്കെ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കാം. ലോക്കിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തുരുമ്പൊക്കെ ഉണ്ടെങ്കിൽ ആ തുരുമ്പ് പോകാനും വാസ്ലിൻ തേച്ച് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ എല്ലാ ഭാഗത്തും നന്നായിട്ട് വാസ്ലിൻ തേച്ച് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ കട്ട്ലയുടെ ഭാഗം ഉണ്ടല്ലോ, കട്ട്ലയുടെ ഭാഗത്തും നമ്മൾ തേച്ച് കൊടുക്കുന്നുണ്ട്. വാതിലിലും അതേപോലെ തന്നെ ചേർത്തടയുന്ന ആ ഒരു കട്ട്ലയുടെ ഭാഗത്തും തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വാസ്ലിൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വാതിലൊന്ന് അടച്ച് നോക്കാം. അപ്പോൾ നോക്കിക്കാൻ നല്ല സ്മൂത്തായിട്ട് ചേർത്തടയുന്നുണ്ട്. അപ്പോൾ അടയാത്ത വാതിലുകളൊക്കെ ഒന്നല്ലെങ്കിൽ മെഴുക അല്ലെങ്കിൽ വാസ്ലിൻ പുരട്ടിയിട്ട് ഇതേപോലെ ചെയ്താൽ മതി. കാർപ്പൻറ്ററിനെ ഒന്നും വിളിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സിമ്പിളായിട്ട് ശരിയാക്കി എടുക്കാൻ പറ്റും. വാസ്ലിൻ ഉപയോഗിച്ചിട്ട് നമുക്ക് വാതിൽ മാത്രമല്ല നമുക്ക് വേറെ പല പല സാധനങ്ങൾ ശരിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നോക്കിക്കേ, ഈ കുട നല്ല ടൈറ്റാണ്. ഇതിങ്ങനെ ഉയർത്താൻ പറ്റുന്നില്ല. ഭയങ്കര ബലം പിടിച്ചിട്ടാണ് ഞാനിത് ഉയർത്തുന്നത്. അപ്പോൾ നമുക്കിത് ഈസി ആയിട്ട് ഉയർത്താനും താഴ്ത്താനൊക്കെ ആയിട്ട് ഈ ഭാഗത്തായിട്ട് വാസ്ലിൻ തേച്ച് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അധികം ബലം പിടിച്ച് കുട ഇതേപോലെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് കുറച്ച് വാസ്ലിൻ തേച്ച് കൊടുക്കുകയാണെങ്കിൽ തുരുമ്പ് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ടൈറ്റൊക്കെ ആയിട്ട് ഇതേപോലെ ഉയർത്താൻ ബുദ്ധിമുട്ടുള്ള പ്രശ്നമൊക്കെ പരിഹരിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ മുകളിൽ നിന്ന് താഴെ വരെ കമ്പിയിൽ തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതേപോലെ ഒന്ന് 2 പ്രാവശ്യം ഒന്ന് ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്ത് കൊടുക്കുമ്പോൾ എല്ലാ ഭാഗത്തേക്കും വാസ്ലിൻ അങ്ങ് ആയിക്കോളും. അപ്പോൾ നല്ല ഈസി ആയിട്ട് തന്നെ കുട നമുക്ക് ഉയർത്താനും താഴ്ത്താനൊക്കെ പറ്റുന്നുണ്ട്. പിന്നെ കുടയുടെ ഉള്ളിലെ ഈ ചെറിയ കമ്പികളിലൊക്കെ തുരുമ്പ് പിടിക്കാറുണ്ടല്ലേ. അപ്പോൾ ഈ തുരുമ്പിൻ്റെ പ്രശ്നം പരിഹരിക്കുന്നതിനും വാസ്ലിൻ ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഈ കമ്പിയിൽ ആദ്യം തുരുമ്പ് വീണിട്ട് നമ്മളത് ശ്രദ്ധിക്കാതിരിക്കുമ്പോഴാണ് ഈ ക്ലോത്തിലേക്കും കൂടി ഹോൾസ് വീഴുന്നത്. പിന്നെ കുട ചോർന്നൊലിക്കും. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ കമ്പിയിൽ തുരുമ്പ് കാണുമ്പോൾ തന്നെ വാസ്ലിൻ അങ്ങ് തേച്ച് കൊടുക്കുകയാണെങ്കിൽ കുടയുടെ ക്ലോത്തിന് ഡാമേജ് ഒന്നും വരില്ല. ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് വാസ്ലിൻ കൊണ്ടുള്ള അടുത്ത ടിപ്പ് നോക്കാം. ജീൻസിൻ്റെ സിബ്ബൊക്കെ ആണെങ്കിൽ നല്ല ടൈറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ബലം പ്രയോഗിച്ച് അതിങ്ങനെ അടയ്ക്കുകയും തുറക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു അലൈൻമെൻറ്റ് തെറ്റിപ്പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ടൈറ്റായിട്ട് ഫീൽ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഇതേപോലെ കുറച്ച് വാസ്ലിൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ 2 സൈഡിലും ഇതേപോലെ തേച്ച് കൊടുക്കുക. കറക്റ്റ് ആ സിബിൻ്റെ ഭാഗത്തായിട്ട് മാത്രം നമുക്ക് ഇതേപോലെ തേച്ച് കൊടുക്കാവുന്നതാണ്. ബ്രഷിൻ്റെ തുമ്പത്തായിട്ട് കുറച്ച് മാത്രം തേച്ചിട്ട് ഇതേപോലെ ചെയ്താൽ മതിയാവും. അപ്പോൾ 2 സൈഡിലും ഞാൻ തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഈസി ആയിട്ട് തന്നെ നമുക്കിത് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. പിന്നെ കുട്ടികളുടെ ബാഗൊക്കെ ഈ മഴവെള്ളമൊക്കെ നനയുമ്പോൾ സിബിൻ്റെ ഭാഗത്തായിട്ട് ഇതേപോലെ ഒരു ടൈറ്റ് വരും. ഒരു ഈർപ്പമൊക്കെ വരുമ്പോൾ അവിടെ തുരുമ്പൊക്കെ വന്നിട്ട് ടൈറ്റ് വരാറുണ്ട്. അപ്പോൾ സിബ് കേടായി പോകുന്നതിന് മുമ്പ് തന്നെ ഒരല്പം വാസ്ലിൻ അങ്ങ് തേച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതേപോലെ സ്മൂത്തായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനൊക്കെ പറ്റും.
ജനലിൻ്റെ കുറ്റി വീഴാത്ത പ്രശ്നങ്ങളും അതേപോലെ തന്നെ ജനലിൽ ഇതേപോലെ നല്ല ടൈറ്റ് ആയിരിക്കും, തുറക്കാനൊക്കെ നല്ല ബലം പിടിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇങ്ങനെയുള്ള ടൈറ്റ് ആയിട്ടുള്ള ജനലൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ല സ്മൂത്താക്കി എടുക്കാനായിട്ട് നമുക്ക് ഈ എഡ്ജിലും അതേപോലെ തന്നെ കുറ്റിയുടെ ഭാഗത്തൊക്കെ വാസലിൻ തേച്ച് കൊടുക്കാവുന്നതാണ്. ജനലിൻ്റെ വിജാഗിരിയിൽ അതേപോലെ തന്നെ ഗേറ്റിൻ്റെ വിജാഗിരിയിലൊക്കെ ഇതേപോലെ വാസലിൻ തേച്ച് കൊടുക്കുകയാണെങ്കിൽ അതൊക്കെ നല്ല സ്മൂത്തായിട്ട് അടയും തുറയൊക്കെ ചെയ്തോളും. ഗേറ്റൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു സൗണ്ട് ഉണ്ടാവും അടയ്ക്കുകയും തുറക്കുകയൊക്കെ ചെയ്യുമ്പോൾ, അപ്പോൾ ആ സൗണ്ട് മാറ്റാനും ഇതേപോലെ കുറ്റി വീഴാത്ത ജനലൊക്കെ ഈസി ആയിട്ട് കുറ്റി ഇടാനൊക്കെ ആയിട്ട് നമുക്ക് ഇതേപോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി ഗേറ്റൊന്നും ഞാൻ കാണിക്കുന്നില്ല. ഈ ഒരു വാതിലിൻ്റെ ഈ ഓടാമ്പൽ കറക്റ്റായിട്ട് വീഴുന്നില്ല, നല്ല ബലം പിടിച്ചിട്ടാണ് ഞാനിത് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെയുള്ള ഓടാമ്പലൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ല സ്മൂത്തായിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ടും നമുക്കിത് ഇതേപോലെ ഈ ടൈറ്റായിട്ടുള്ള ഭാഗത്തൊക്കെ വാസലിൻ തേച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇതൊക്കെ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യാൻ പറ്റും. അപ്പോൾ അധികം ബലം പിടിക്കാതെ തന്നെ നമുക്കിത് ഇത് ഊരാനും ഇടാനൊക്കെ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഈ പൂട്ടും താഴും. മഴക്കാലത്തുള്ള ഒരു വലിയ പ്രശ്നമാണ് ഈ തുരുമ്പ് പിടിച്ചിട്ട് ഈ ലോക്ക് കറക്റ്റായിട്ട് വീഴില്ല. അപ്പോൾ ഇത് മാറ്റാനായിട്ട് നമുക്ക് വാസലിൻ ഇല്ലാതെ വേറെ എന്താ വഴി നോക്കാം. കുളിക്കാൻ ഉപയോഗിക്കുന്ന സോപ്പ് ഉണ്ടല്ലോ, ആ സോപ്പ് എടുക്കുക. എന്നിട്ട് ഇതേപോലെ താക്കോലിൽ സോപ്പ് ഒന്ന് തേച്ച് കൊടുക്കുക. അത് രണ്ട് സൈഡിലും ഇതേപോലെ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. നമ്മൾ ഈ സോപ്പിൽ ഇതേപോലെ താക്കോൽ വെച്ച് ഇതേപോലെ ചെയ്യുമ്പോൾ തന്നെ താക്കോലിൻ്റെ ഭാഗത്തൊക്കെ സോപ്പായിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതേപോലെ അങ്ങ് ഈ പൂട്ടിനുള്ളിലേക്ക് താക്കോൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് ആ സോപ്പ് ഉള്ളിലേക്ക് പൊക്കോളും. ഇതേപോലെയുള്ള തുരുമ്പ് പിടിച്ച താഴും പൂട്ടൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കൂ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ലോക്കൊക്കെ കറക്റ്റായിട്ട് ഇതേപോലെ വീഴ്ത്താൻ പറ്റും. അപ്പോൾ മഴ നനയുന്നത് കൊണ്ടൊക്കെയാണ് അതേപോലെ ഈർപ്പം വരുന്നത് കൊണ്ടൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ തുരുമ്പ് പിടിച്ചിട്ട് കറക്റ്റായിട്ട് ലോക്ക് വീഴാത്തത്. അപ്പോൾ ഏറ്റവും നല്ലത് വാസലിനാണ്. ഇനി വാസലിൻ ഇല്ല എങ്കിൽ സോപ്പ് ഉപയോഗിച്ചും നമുക്ക് ശരിയാക്കി എടുക്കാവുന്നതാണ്. ഈ ലോക്കിൻ്റെ ഇവിടെയൊക്കെ തുരുമ്പുണ്ട്. അപ്പോൾ തുരുമ്പ് ചെറുതായിട്ട് ഇങ്ങനെ പിടിച്ച് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ വാസലിൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് തുരുമ്പൊന്നും വരാതെ ആ ഉള്ള തുരുമ്പ് അങ്ങ് പൊക്കോളും. അപ്പോൾ ഞാൻ വാസലിൻ എല്ലാ ഭാഗത്തുനിന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തുരുമ്പ് കറയൊക്കെ പിടിക്കാതിരിക്കാനൊക്കെ ആയിട്ടും വാസലിൻ നല്ലതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ കണ്ട ടിപ്പുകളൊക്കെ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു.